ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. നമസ്കാരം. ഇന്നത്തേത് ഒരു മിക്സ്ഡ് ആയിട്ടുള്ള വ്ളോഗാണ് കേട്ടോ. ഇതിൽ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി കാണിക്കുന്നുണ്ട്, ഷോപ്പിംഗ് കാണിക്കുന്നുണ്ട്, പിന്നെ ഒരു ഫംഗ്ഷൻ്റെ വീഡിയോയും കൂടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ആദ്യം തന്നെ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി നോക്കാം അല്ലേ. അപ്പോൾ ഞാൻ പറഞ്ഞാൽ ഇന്നൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി കാണിക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇഡ്ഡലിക്കും ദോശയ്ക്കൊക്കെ എടുക്കുന്ന പച്ചരി ഉണ്ടല്ലോ, ഈ ഒരു അരി വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. ഇതിലേക്ക് 2 സവാള എടുത്തിട്ടുണ്ട്, ഒരു 4 തക്കാളി എടുത്തിട്ടുണ്ട്, 3 പച്ചമുളകും എടുത്തിട്ടുണ്ട്. ഇവിടെ കഴിഞ്ഞ ദിവസം കുറച്ച് ചെടികളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് നിങ്ങൾക്കൊന്ന് ജസ്റ്റ് കാണിച്ചു തരികയാണ്. ബോഗൺവില്ലയും അതുപോലെ കുറച്ച് ചെടികളാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അതൊക്കെ പോട്ടിലേക്ക് മാറ്റി കുഴിച്ചിടാനും അങ്ങനെയുള്ള പരിപാടികളൊക്കെ ഉണ്ട്. അതൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി നോക്കാം അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സവാളയും തക്കാളിയൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊരു റൈസ് റെസിപ്പിയാണ്. അപ്പോൾ ഇത് നിങ്ങളൊക്കെ വീട്ടിലങ്ങനെ ബ്രേക്ക്ഫാസ്റ്റിന് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുമെന്ന് അറിയില്ല. പക്ഷേ നമ്മളിവിടെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കലുണ്ട് കേട്ടോ. ഇവിടെ ഉമ്മാക്കും ഉപ്പാക്കായാലും എനിക്കും ഉമ്മക്കും അസ്കർക്കാർക്കൊക്കെ ഇഷ്ടമുള്ളൊരു ഐറ്റമാണിത്. പിന്നെ ഇതൊരു ഈസി റെസിപ്പിയാണ്. ഇതിലേക്ക് വേറെ കറികളും കാര്യങ്ങളും ഒന്നും ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ നല്ല തിരക്കുള്ള ദിവസങ്ങളിലോ പെട്ടെന്ന് റെഡി ആവേണ്ട ദിവസങ്ങളൊക്കെ ഉണ്ടാവുമ്പോൾ ഈ ഒരു റൈസ് നമ്മൾ ഉണ്ടാക്കലുണ്ട്. പക്ഷെ ഞാനിതുവരെ യൂട്യൂബ് വീഡിയോ എടുക്കുന്ന സമയത്ത് ഈ ഒരു റെസിപ്പി കാണിച്ചിട്ടില്ല തോന്നുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ 3/4 കിലോ അരിയാണ് എടുക്കുന്നത്. അതിലേക്കാണ് 2 സവാളയും 4 തക്കാളി എടുത്തിട്ടുള്ളത്. ഇത് നമ്മൾ ബിരിയാണിയുടെ അരിയൊന്നുമല്ല കേട്ടോ. നമ്മൾ സാധാരണ ഇഡ്ഡലി ദോശ മാവൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു പച്ചരിയാണ്. അപ്പം ഞാനിവിടെ കുക്കറിലാണ് റെഡിയാക്കുന്നത്. അപ്പം കുക്കർ ചൂടായതിന് ശേഷം അതിലേക്ക് വെളിച്ചെണ്ണയും നെയ്യും കൂടെ മിക്സ് ചെയ്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് പട്ട, ഗ്രാമ്പൂ, ഏലക്ക ഇത്രയും കാര്യങ്ങൾ ഇട്ട് കൊടുക്കുക. ഇതൊന്ന് ചൂടായതിന് ശേഷം അതിലേക്ക് സവാള ഇട്ട് കൊടുക്കുക. സവാള ഒന്ന് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വഴറ്റിയെടുക്കുക. ഈ സമയം കെറ്റിലിൽ അരിയിലേക്കുള്ള വെള്ളം തിളപ്പിക്കാൻ വേണ്ടിയിട്ട് വെക്കുന്നുണ്ട്. അപ്പോൾ 1 കപ്പ് അരിയിലേക്ക് 2 കപ്പ് വെള്ളം എന്നുള്ള രീതിയിലാണ് എടുക്കുന്നത്. സവാള വഴന്നതിന് ശേഷം ഇതിലേക്ക് തക്കാളിയും പച്ചമുളകും ചേർത്തിട്ടുണ്ട്. ഇനി തക്കാളിയൊക്കെ ഒന്ന് സോഫ്റ്റ് ആവുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കാം. ഇതിലേക്ക് ഈ ഒരു രമ്പയിലയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തു. ഇതിലേക്ക് വേറെ ഒന്നും തന്നെ ചേർത്ത് കൊടുക്കണില്ല കേട്ടോ. ഇനി നമ്മൾ തിളപ്പിച്ചെടുത്തിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് കഴുകി ഊറ്റി വെച്ചിട്ടുള്ള അരി ഇട്ട് കൊടുക്കുക. ഇത് അടച്ചു വെച്ചതിന് ശേഷം 1 വിസിലൊന്ന് വേവിച്ചെടുക്കുകയാണ് വേണ്ടത്. ഇത്രയേ ഉള്ളൂ. കുക്കർ 1 വിസിൽ വന്നിട്ടുണ്ട്, ഓഫ് ആക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി അതിൻ്റെ സ്റ്റീം കുറച്ചൊന്ന് പോയതിന് ശേഷം തുറന്നിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു രീതിയിലാണ് ചോറുണ്ടാവുക കേട്ടോ. ഇതൊന്ന് മിക്സ് ചെയ്ത് എടുക്കുകയാണ്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്നൊന്നും അറിയില്ല, പക്ഷെ ചിലർക്കെങ്കിലും ഇഷ്ടമാവും എന്നാണ് തോന്നുന്നത്. എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. എന്നിട്ട് ഇഷ്ടമായോ ഇഷ്ടമായില്ലേ എന്നൊക്കെ ഉള്ളതൊക്കെ ഒന്ന് കമൻസിൽ അറിയിക്കുക. ഞാൻ മുന്നൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് ഉപ്മാവ്, വെൺപൊങ്കൽ അതൊക്കെ ബ്രേക്ക്ഫാസ്റ്റിന് നല്ല ഇഷ്ടമുള്ളതാണെന്ന്. അതുപോലെ ബ്രേക്ക്ഫാസ്റ്റിന് ഇഷ്ടമുള്ള ഒരു ഐറ്റമാണിത്. ഇനി അടുത്തതായിട്ട് ഷോപ്പിങ്ങിന് പോയിട്ടുള്ള വിശേഷങ്ങളാണ് കാണിക്കുന്നത്. അപ്പോൾ ഷോപ്പിംഗ് ലേഡീസിനൊക്കെ പൊതുവേ നല്ല ഇഷ്ടമുള്ളൊരു കാര്യമാണല്ലോ. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് എനിക്കും ഷെയ്ക്കും കുട്ടികളുടെ പാരൻസ് മീറ്റിങ്ങിന് പോകാൻ വേണ്ടിയിട്ടുണ്ട്. അപ്പോൾ ഷെയ്ൻ്റെ വീട്ടിലിരുന്നു. അപ്പോൾ ഷെയ്നെ പിക്ക് ചെയ്തിട്ട് ഞങ്ങളിപ്പോൾ സ്കൂളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇപ്പോൾ ഞങ്ങൾ സ്കൂളിലെത്തിയിട്ടുണ്ട്. സ്കൂളിലെത്തിയതിന് ശേഷം പിന്നെ മീറ്റിംഗ് ഒന്നും ഞാൻ ഷൂട്ട് ചെയ്തിട്ടില്ല കേട്ടോ. അങ്ങനെ മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോന്നു. തിരിച്ചു പോരുന്ന വഴിയിൽ എനിക്ക് ചെറുതായിട്ടൊന്ന് ഷോപ്പിംഗ് നടത്താനുണ്ട്. അങ്ങനെയൊന്നുമില്ല, ഒരു ഷോൾ എടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിന് മുന്നായിട്ട് കുട്ടികൾക്ക് എന്തെങ്കിലുമൊക്കെ ചായയും അതുപോലെ സ്നാക്സൊക്കെ വാങ്ങിച്ചു കൊടുക്കാൻ വിചാരിച്ചിട്ട് അങ്ങനെ ഇറങ്ങിയതാണ്.
അങ്ങനെ ഞങ്ങൾ ചായയും സ്നാക്സൊക്കെ കഴിച്ചതിന് ശേഷം എനിക്ക് ഷോൾ നോക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പം മലപ്പുറത്ത് പെരിന്തൽമണ്ണ റോട്ടിൽ അലോറ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഷോപ്പുണ്ട്. കെപീസ് ബിൽഡിങ്ങിൽ 2nd ഫ്ലോറിലായിട്ടാണ് ഈ ഒരു ഷോപ്പ് വരുന്നത്. അപ്പോൾ അത് ദുപ്പട്ടാസിനും അതുപോലെ തന്നെ റണ്ണിങ് മെറ്റീരിയലിനും മാത്രമായിട്ടുള്ള ഒരു ഷോപ്പാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നല്ല കളക്ഷൻ ഉണ്ടാവുമായിരിക്കും എന്ന് പ്രതീക്ഷിച്ചിട്ടാണ് ഞാൻ പോയത്. അപ്പോൾ എന്തായാലും നമുക്ക് ഇവിടുത്തെ കളക്ഷൻസ് ഒന്ന് നോക്കി നോക്കാം അല്ലേ. എനിക്ക് തോന്നുന്നുണ്ട് മലപ്പുറത്ത് ആദ്യമായിട്ടാണ് ഇങ്ങനെ ദുപ്പട്ടാസിനും അതുപോലെ തന്നെ റണ്ണിങ് മെറ്റീരിയലിനും മാത്രമായിട്ട് ഷോപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നല്ല കളക്ഷൻസ് ഉണ്ട്, ഒരുപാട് വെറൈറ്റി കളക്ഷൻസൊക്കെ ഉണ്ട്. പാർട്ടി വെയറിൽ വരുന്ന ഷോൾസും അതുപോലെ തന്നെ നമുക്ക് നോർമൽ വെയേഴ്സ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഷോളുകളും പിന്നെ അതവിടെ നല്ല കുറച്ച് ബാഗിൻ്റെ കളക്ഷൻസും ഉണ്ട്. റണ്ണിങ് മെറ്റീരിയലിലായാലും കോട്ടണിലും അതുപോലെ തന്നെ സിൽക്കിലും ജോർജറ്റ് മെറ്റീരിയലിലും അതുപോലെ ഓർഗാൻസ മെറ്റീരിയലിലും ഒക്കെ വരുന്നുണ്ട് കേട്ടോ. പിന്നെ ഡ്രസ്സ് ഡിസൈൻ ചെയ്യുമ്പോൾ ആവശ്യമുള്ള ലേസും കാര്യങ്ങളും അതും ഉണ്ട്. ഇപ്പോൾ നമ്മളൊക്കെ അധികമായിട്ടും ഡ്രസ്സൊക്കെ ഡിസൈൻ ചെയ്തിട്ടല്ലേ ഓരോ ഫങ്ഷൻസിനൊക്കെ ഇടാറ്. അപ്പോൾ അതിന് പറ്റിയിട്ടുള്ള എല്ലാ മെറ്റീരിയൽസും ഇവിടെ തന്നെ കിട്ടും. എനിക്കിപ്പോൾ ഞാൻ ട്രൈ ചെയ്ത് നോക്കണ ഈ ഒരു ഓർഗൻസ മെറ്റീരിയലിലുള്ള ഷോള് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അപ്പം അത് ഞാൻ ഉദ്ദേശിച്ച ഡ്രസ്സിലേക്ക് മാച്ച് ആവും ചെയ്യും. എന്നാലും വേറെ ഡ്രസ്സിലേക്ക് പറ്റിയതൊക്കെ ഉണ്ടോയെന്നൊക്കെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. ഇത് ജോർജറ്റ് മെറ്റീരിയലിൽ വരുന്നതാണ്. ഇതിൽ ഡിഫറെൻറ്റ് ഷെയ്ഡ്സിൽ വരുന്നുണ്ട്, സെയിം പാറ്റേണിൽ വരുന്നുണ്ട്. പിന്നെ ഞാനിതാ ഈ ഒരു ഷോളും കൂടെ എടുത്തിട്ടുണ്ട് എനിക്ക് വേറൊരു ചുരിദാറിലേക്ക് വേണ്ടിയിട്ട്. ഓർഗൻസ മെറ്റീരിയലിൽ ഇതാ ഡിഫറെൻറ്റ് കളേഴ്സിൽ പ്ലെയിൻ ഷോളുകൾ ഇഷ്ടംപോലെ ഉണ്ട്. അതുപോലെ തന്നെ പ്രിൻറ്റഡ് ഷോൾസും ഉണ്ട് കേട്ടോ ഓർഗൻസ മെറ്റീരിയലിൽ. പിന്നെ ഇതാ രംഗോലി ഷോൾസിലും ഒരുപാട് ഷെയ്ഡ്സിൽ വരുന്നുണ്ട്, ഡിഫറെൻറ്റ് ഷെയ്ഡ്സിൽ വരുന്നുണ്ട്. പിന്നെ ഇതാ ഓർഗൻസ മെറ്റീരിയലിൽ റണ്ണിങ് മെറ്റീരിയലും അവിടെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതൊരു ഫ്ലോറൽ പ്രിൻറ്റിലുള്ള ഓർഗൻസ മെറ്റീരിയലിൽ വരുന്നതാണ്. പിന്നെ ഇതാ കോട്ടണിലൊക്കെ നമുക്ക് ഇഷ്ടപ്പെടുന്ന പ്രിൻറ്റിലൊക്കെ നല്ല അടിപൊളി ക്ലോത്തുകളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഇത് സ്റ്റോൾസ്, അതിലും ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. പിന്നെ എനിക്ക് അത് നോക്കേണ്ട ആവശ്യമില്ലായിരുന്നു, അതുകൊണ്ട് പിന്നെ ഞാൻ അതധികം അങ്ങോട്ട് ഷൂട്ട് ചെയ്തിട്ടില്ല. പിന്നെ ഇതാ കോട്ടൺ മെറ്റീരിയലിൽ സെറ്റായിട്ട് വരുന്ന, അതായത് 3 പീസ് സെറ്റ് അടിക്കാൻ പറ്റുന്ന മെറ്റീരിയൽസാണിത്. ഇതാ കണ്ടോ, ടോപ്പിനും ഷോളിനും പാൻറ്റിനൊക്കെ നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. അങ്ങനെ ഞാൻ പിന്നെ 2 ഷോളും എടുത്തിട്ട് അങ്ങനെ പോന്നിട്ട് ഇനി വേറൊരു ദിവസം പോയി നോക്കണം വിചാരിക്കുന്നുണ്ട്. നമുക്ക് ചിലതിൻ്റെയൊക്കെ ഷോള് അത്ര ഒരു രസമില്ലാതെ നിൽക്കുന്നുണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റിയിട്ട് പുതിയ ഷോളൊക്കെ എടുക്കണം വിചാരിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അവിടുത്തെ കളക്ഷൻസ്. അപ്പോൾ ഇവരുടെ ഇൻസ്റ്റാഗ്രാം പേജും ഉണ്ട് കേട്ടോ, അലോറ ഫാബ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. ബീട്രൂട്ടും വാങ്ങണേ. നല്ല ഷോപ്പ്, എനിക്കിനും അങ്ങോട്ട് പോകണം. നല്ല ഷോളുകളുണ്ട്. നമുക്ക് ഡ്രസ്സ് കയ്യിലൊന്നും ഇല്ലാത്തതുകൊണ്ട് ഏത് കടുക്കണ്ടെന്ന് അറിയണില്ല. നല്ല ഇഷ്ടപ്പെട്ടു. അപ്പോൾ നമ്മളിപ്പോൾ ചട്ടിപ്പറമ്പ് പിഎം ഒപ്റ്റിക്കൽസിന്റെ ഇനോഗ്രേഷന് വേണ്ടിയിട്ട് പോവാണ്. ഇതാണ് കേട്ടോ ഞാൻ അലോറയിൽ തലേ ദിവസം എടുത്തിട്ടുള്ള ഷോള്. നല്ല ഷോളല്ലേ. ഇതുപോലെ ഒരുപാട് നല്ല കളക്ഷൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഇതുവഴിയൊക്കെ മലപ്പുറം പാസ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ മലപ്പുറത്തുള്ളവരൊക്കെ ഒന്ന് പോയി ചെക്ക് ചെയ്ത് നോക്കുക. എനിക്ക് പേഴ്സണലി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇങ്ങനെയുള്ളൊരു ഷോപ്പ് അവിടെ മലപ്പുറത്ത് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. വേറെ ഷോള് മാത്രമല്ല റണ്ണിങ് മെറ്റീരിയൽസും ഉണ്ട്. അപ്പം നല്ല ഒരു ഷോപ്പായിട്ട് തോന്നി. അപ്പോൾ എന്തായാലും നിങ്ങൾ അവരുടെ ഇൻസ്റ്റാഗ്രാം പേജൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്കിനി ചട്ടിപ്പറമ്പ് പിഎം ഒപ്റ്റിക്കൽസിൻ്റെ ഇനോഗ്രേഷന് വേണ്ടിയിട്ട് പോവാം. അപ്പോൾ
അപ്പോൾ ഇപ്പോൾ പോണത് ചട്ടിപ്പറമ്പ് PM ഒപ്റ്റിക്കൽസിൻ്റെ ഇനോഗ്രേഷന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് MRPL പെട്രോൾ പമ്പിന് ഓപ്പോസിറ്റ് ആയിട്ട് കോട്ടക്കൽ റോഡിലാണ് കേട്ടോ ഈ ഒരു PM ഒപ്റ്റിക്കൽസ് ഉള്ളത്. അപ്പോൾ അതിൻ്റെ ഇനോഗ്രേഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അപ്പോൾ അതിന് ഞാൻ മാത്രമല്ലായിരുന്നു കേട്ടോ, നിങ്ങൾക്കൊക്കെ അറിയുന്നുണ്ടാവും ഒരുപാട് കോമഡി റീൽസും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഫാറൂഖ്, ലാല, മുനീർ, അബൂബക്കർ പാലത്തിങ്ങൽ അവരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവരെയൊക്കെ കാണാനും പരിചയപ്പെടാനൊക്കെ പറ്റി. അവിടെ ചെന്നപ്പോൾ മുബഷിറ ഫാറൂഖ് എന്ന് പറഞ്ഞിട്ടുള്ള ഇവരൊരു യൂട്യൂബറാണ്, മോട്ടിവേഷണൽ സ്പീച്ചൊക്കെ ചെയ്യുന്ന ഒരാളാണ് കേട്ടോ. അവരെ പരിചയപ്പെടാൻ പറ്റി. അപ്പോൾ ഞാൻ എന്തായാലും ഇനോഗ്രേഷനൊക്കെ കഴിഞ്ഞതിന് ശേഷം അവിടുത്തെ സ്പെക്സിൻ്റെ കളക്ഷൻസും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കുമായിരുന്നു. ഇവരൊക്കെ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവൂലേ, നിങ്ങളൊക്കെ ഒരു പക്ഷേ വീഡിയോസൊക്കെ കാണുന്നതായിരിക്കും. അപ്പം അവരൊക്കെ പരിചയപ്പെടാൻ പറ്റിയതിലൊക്കെ ഒരുപാട് സന്തോഷം. എന്തായാലും പോയതല്ലേ, കണ്ണൊക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് പോരാന്ന് വിചാരിച്ചു. ഇതാണ് അവിടുത്തെ ഡോക്ടർ ശാന്തി ജി ദാസ് എന്നാണ് പേര്. ഇവരാണ് PM ഒപ്റ്റിക്കൽസിൻ്റെ ഓണറും അവരുടെ ഫാമിലിയൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ടേക്ക് കെയർ, ബൈ.